യെഹെസ്കേൽ അധ്യായം 8. 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിൽ ഇരിക്കുകയും യഹൂദ മൂപ്പന്മാർ എൻ്റെ മുമ്പിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു. അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. അവൻ്റെ അരമുതൽ കീഴോട്ട് തീ പോലെയും അരമുതൽ മേലോട്ട് ശുക്ലസ്വർണ്ണത്തിൻ്റെ പ്രഭ പോലെയുമായിരുന്നു. അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ചു. ആത്മാവിനെ ഭൂമിയുടെയും ആകാശത്തിൻ്റെ മധ്യ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ യെരുശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടുവന്നു. അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാബിംബത്തിൻ്റെ ഇരിപ്പിടമുണ്ടായിരുന്നു. അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രായേലിൻ്റെ ദൈവത്തിന് മഹത്വമുണ്ടായിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, തലപൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ തലപൊക്കി വടക്കോട്ട് നോക്കി. യാഗപീഠത്തിൻ്റെ വാതിലിന് വടക്കോട്ട് പ്രവേശനത്തിങ്കൽ തന്നെ ആ തീഷ്ണതാബിംബത്തെ കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഇവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരം വിട്ട് പോകേണ്ടതിന് ഇസ്രായേൽ ഗൃഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകളെ നീ കാണുമെന്ന് അരുളി ചെയ്തു. അവൻ എന്നെ പ്രാകാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുപോയി. ഞാൻ നോക്കിയപ്പോൾ ചുവരിലൊരു ദ്വാരം കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ചുവർ കുത്തി തുറക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചുവർ കുത്തി തുറന്നേരെ ഒരു വാതിൽ കണ്ടു. അവൻ എന്നോട്, അകത്തിയെന്ന് അവർ ഇവിടെ ചെയ്യുന്ന വല്ലാത്ത മ്ലേച്ഛതകളെ നോക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അകത്തിയെന്നു വെറുപ്പായുള്ള ഓരോ തരം ഇഴജാതികളെയും മൃഗങ്ങളെയും ഇസ്രായേൽ ഗൃഹത്തിൻ്റെ സകല വിഗ്രഹങ്ങളെയും ചുറ്റും ചുവരുമേൽ വെച്ച് വരച്ചിരിക്കുന്നത് കണ്ടു. അവയുടെ മുമ്പിൽ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ മൂപ്പന്മാരെ 70 പേരും ഷാഫാൻ്റെ പകനായ യസന്യാവ് അവരുടെ നടുവിലും ഓരോരുത്തരും കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് നിന്നു. ധൂപമേഘത്തിൻ്റെ വാസന പൊങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹത്തിൻ്റെ മൂപ്പന്മാരെ ഏറ്റെടുത്ത് ഓരോരുത്തൻ തന്റെ ബിംബങ്ങളിൽ അറകളി ചെയ്യുന്നത് നീ കാണുന്നുവോ? യഹോവ നമ്മെ കാണുന്നില്ല, യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നുവെന്ന് അവർ പറയുന്നു എന്ന് അരുളി ചെയ്തു. അവർ ഇതിലും വലിയ മ്ലേച്ഛതകളെ ചെയ്യുന്നത് നീ കാണും എന്നും അവൻ എന്നോട് അരുളി ചെയ്തു. അവൻ എന്നെ യഹോവയുടെ ആലയത്തിൽ വടക്കോട്ടുള്ള വാതിലിൻ്റെ പ്രവേശനത്തിങ്കൽ കൊണ്ടുപോയി. അവിടെ സ്ത്രീകൾ തമ്മൂസിനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകളെ ഇനിയും കാണുമെന്ന് അരുളി ചെയ്തു. അവൻ എന്നെ യഹോവയുടെ ആലയത്തിൻ്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി. യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിൽക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവേ ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിൻ്റെ നേരെയും മുഖം കിഴക്കോട്ട് തിരിച്ചും കൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നുവോ? യഹൂദാഗൃഹം ഇവിടെ ചെയ്യുന്ന മ്ലേച്ഛതകൾ പോരാഞ്ഞിട്ടോ അവർ എന്നെ അധികം കോപിപ്പിപ്പാൻ ദേശ സാഹസം കൊണ്ട് നിറയ്ക്കുന്നത് കണ്ടില്ലേ? അവർ ചുള്ളി മൂക്കിനെ തൊടുവിക്കുന്നത്. ആകയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും. എൻ്റെ കണ്ണ് ആദരിക്കുകയില്ല, ഞാൻ കരുണ കാണിക്കുകയുമില്ല. അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കുകയില്ല എന്ന് അരുളി ചെയ്തു.